എല്ലാം കുഴപ്പമില്ല, പക്ഷെ ബയോളജി പഠിക്കാൻ മാത്രം കഴിയൂല അല്ലെ. ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണിത്. പല ആളുകൾക്കും അല്ലെ ബയോളജി വളരെ ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, വളരെ ഇഷ്ടത്തോടു കൂടി പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾക്കെങ്കിലും ബയോളജി പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. എന്തായിരിക്കും കാരണം? നമ്മൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിലും മാത്സ് പഠിക്കുകയാണെങ്കിലും ഈവൻ കെമിസ്ട്രി പഠിക്കുകയാണെങ്കിലും അതിലൊക്കെ കുറെ പ്രോബ്ലംസും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ബയോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബൈഹാർട്ട് പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ശരിയാണ്, ഞാൻ പൂർണ്ണമായി ഇല്ല എന്നൊന്നും പറയുന്നില്ല. ബയോളജിയിൽ ചില കാര്യങ്ങളൊക്കെ, ചില ടേംസും ചില ക്ലാസിഫിക്കേഷൻസും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബൈഹാർട്ട് പഠിക്കേണ്ടി തന്നെ വരും. അത് ബൈഹാർട്ട് പഠിക്കുന്ന രൂപം കുറച്ചും കൂടി എളുപ്പമാക്കുക എന്നുള്ളതല്ലാതെ ബൈഹാർട്ട് പൂർണ്ണമായി ഇല്ലാതാക്കാൻ നമുക്കൊരിക്കലും ബയോളജി പഠിക്കുമ്പോൾ സാധ്യമല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് വളരെ പിന്നെ ഇഷ്ടത്തോടു കൂടി ബയോളജി പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യം. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പിന്നെ നമ്മൾ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ടാസ്കായി നമ്മൾ എടുക്കരുത്. മറിച്ച് ചില കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് പല കാര്യങ്ങളും ഓർമ്മയില്ലേ, പല കാര്യങ്ങളും നമ്മൾ നിർബന്ധമായും ഓർമ്മിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിൽപ്പെട്ട കാര്യമായി നമ്മൾ എന്ത് ചെയ്യുക, ഈ ബയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെയും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനൊരു നെഗറ്റീവ് സെൻസോട് കൂടി മാത്രം കാണുക. എനിക്ക് ബയോഹാർട്ട് പഠിക്കാനുള്ള കഴിവില്ല എന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ബയോളജി പഠിക്കാതിരുന്നാൽ നിങ്ങളെ കൊണ്ട് കഴിയൂല അല്ലെ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ അത്തരത്തിലുള്ള നെഗറ്റീവ് മെന്റാലിറ്റികൾ ഒഴിവാക്കുക. ചില കാര്യങ്ങൾ നമുക്ക് ആ രൂപത്തിലും പഠിക്കേണ്ടി വരും. എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ബുദ്ധിക്ക് മാത്രമായിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ബൈഹാർട്ട് ചെയ്യാനുള്ള മെമ്മറി പവർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അത് നറിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കും കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഓർമ്മയിൽ നിൽക്കാത്ത പിന്നെ അത്തരത്തിലുള്ള ഓന്തുകളൊന്നും അല്ലല്ലോ നമ്മൾ അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നെഗറ്റീവ് മെന്റാലിറ്റി ബൈഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ടേംസ് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള നെഗറ്റീവ് മെന്റാലിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബയോളജി പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം. നിങ്ങൾക്ക് പല ആളുകളും ബയോളജിയോട് താല്പര്യമില്ലാത്തവർക്കായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവുക. താല്പര്യമുള്ളവർ നിങ്ങൾ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ബയോളജി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നത് അതാണ് നല്ലത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ബയോളജി ആ നിലക്കുള്ള ഒരു പിന്നെ മറ്റ് ഫിസിക്സ് പഠിക്കുമ്പോഴോ മാത്സ് പഠിക്കുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും അതൊന്നും നിങ്ങൾക്ക് ബയോളജി പഠിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ചിലപ്പം ബോറിംഗ് ആയി തോന്നുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മറ്റ് സ്റ്റഡീസിന്റെ ഇടവേളകളിലേക്ക് ബയോളജിയെ തിരികുക. ഓക്കെ, അപ്പോൾ ഗ്യാപ്പ് ഫില്ലിംഗ് എന്ന് പറയും. ഗ്യാപ്പ് ഫില്ലിംഗ് ആയി ബയോളജി എടുക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫിസിക്സിന്റെ ഒരു ചാപ്റ്റർ പഠിക്കാൻ തീരുമാനിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു അരമണിക്കൂർ എടുത്ത് നിങ്ങൾ ഫിസിക്സിന്റെ ചാപ്റ്റർ പഠിക്കുന്നു. ഓക്കെ, ആ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ കെമിസ്ട്രിയാണ് പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ അതിനൊരു അരമണിക്കൂർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഈ ബയോളജി വായിക്കുക. ബയോളജിയുടെ ഒരു ചാപ്റ്റർ മൊത്തത്തിൽ വേണ്ട, ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആ ഒരു ഫസ്റ്റ് ഭാഗം മാത്രം വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 1.5 പേജ് മാത്രം വായിച്ചാൽ മതി. ആ ഒരു ഏകദേശം ഒരു കൺസെപ്റ്റ് ക്ലിയർ ആകുന്ന രൂപത്തിലുള്ള അത്രയും കാര്യങ്ങൾ അത് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തിരിച്ച് കെമിസ്ട്രിയിലേക്ക് പോയിക്കോളൂ. പിന്നെ നിങ്ങൾ മാത്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനു മുമ്പ് എന്ത് ചെയ്യുക, തിരിച്ച് ബയോളജിയിലേക്ക് തന്നെ വരിക. എന്നിട്ട് അടുത്ത പാർട്ട് വായിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് വായിച്ച പാർട്ട് ഏതാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യുക. ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് റീക്യാപ്പ് ചെയ്യുക. എന്നിട്ട് ശേഷം അടുത്ത 15 മിനിറ്റ് എടുത്ത് അത് വായിച്ചോളൂ. പിന്നെ നിങ്ങൾക്ക് പോകേണ്ടത് പിന്നെ ജോഗ്രഫിയിലേക്കാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അരമണിക്കൂർ നിങ്ങൾ കൊടുത്തോളൂ. പിന്നെയും എന്ത് ചെയ്യുക, ബയോളജിയിലേക്ക് തിരിച്ചു വരിക, ഒരു 15 മിനിറ്റ്. അതിന് മുമ്പ് എന്ത് ചെയ്യുക, നേരത്തെ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുക. ഇങ്ങനെ ഗ്യാപ്പ് ഫില്ലിംഗ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുക, ബയോളജി പഠിക്കുക. ഗ്യാപ്പ് ഫില്ലിംഗ് ആയിക്കൊണ്ട് പഠിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബയോളജിയുടെ ആ ബോറിംഗ് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റ് സബ്ജക്റ്റിലേക്ക് പോയി വീണ്ടും അത് നിങ്ങൾക്ക് തുടരാൻ സാധിക്കും. ആ രൂപത്തിൽ ബയോളജി പഠിക്കുക എന്നുള്ളത് ഒരു എഫക്റ്റീവായ ഒരു മെത്തേഡായി പല ആളുകൾക്കും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ നോട്ട് എഴുതുക എന്നുള്ളതിലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ്, ചില ആളുകളൊക്കെ ബയോളജി നോട്ട് എഴുതി പഠിക്കുക എന്നുള്ളതൊക്കെ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നോട്ട് എഴുതുന്നത്? ഷോർട്ട് നോട്ട് എഴുതുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ നിങ്ങൾക്ക് എഫക്റ്റീവായ ഒരു രീതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ പിന്നെ അത് മൊത്തത്തിൽ പൊളിച്ചെഴുതണം, അത് മാറ്റണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിന്റെ കാരണം, പല ആളുകളുടെയും ഷോർട്ട് നോട്ട് കണ്ടാൽ അതിന് ആ ഷോർട്ട് എന്നുള്ളത് അതിൽ ഒഴിവാക്കാൻ തോന്നും. കാരണം എന്താ വെച്ചാൽ, ടെക്സ്റ്റിലുള്ള അതേ സെന്റൻസ് അതേപോലെ അങ്ങോട്ട് ഫുള്ളായിട്ട് ഉണ്ടാവും. ആ ടെക്സ്റ്റ് അതേപോലെ കോപ്പി ചെയ്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ കാര്യം, നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതുമ്പോൾ അത് ഷോർട്ട് ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ ഏകദേശം ഒരു കൺസെപ്റ്റ് ആയിരിക്കണം അതിലുണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ മൊത്തം ആ സെന്റൻസ് അതേപോലെ വളരെ ലോങ് ആയി എഴുതുന്നതിന് നമ്മൾ ഷോർട്ട് നോട്ട് എന്ന് വിളിക്കൂല, അത് ലോങ് നോട്ട് എന്നാണ് വിളിക്കേണ്ടി വരും. അപ്പൊ ആ ഷോർട്ട് നോട്ട് ഷോർട്ട് ആയിരിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ എല്ലാവർക്കും പറ്റുമോ എന്നറിയില്ല, പക്ഷെ പറ്റുമെങ്കിൽ ചില ആളുകളെങ്കിലും ഞാനൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യം, ബയോളജി ടെക്സ്റ്റ് ബുക്കിന്റെ പലപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ അതിന്റെ സൈഡിൽ തന്നെ ഉണ്ടാവും അത്യാവശ്യം സ്പേസ് അല്ലെ. ആ സൈഡിൽ തന്നെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും,
ഓരോ പോയിന്റ്സ് എഴുതി വെക്കും. അതായത് ഒരു പാരഗ്രാഫ് ഉണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവുമല്ലോ. ബയോളജിയുടെ പ്രത്യേകത അതാണ്. ഒരു പാരഗ്രാഫിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ്. ആ പാരഗ്രാഫിനോട് നേരെ പാരലൽ ആയിക്കൊണ്ട് അവിടെയുള്ള ആ എം ടി സ്പേസിൽ ഞാൻ എന്ത് ചെയ്യും, ആ പാരഗ്രാഫിൽ മൊത്തത്തിലുള്ള ഇൻഫർമേഷൻസ് മൊത്തം ഡോട്ട് ഇട്ട് അതിൽ എഴുതി വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇനി തിരിച്ച് വീണ്ടും നമ്മൾ ആ ചാപ്റ്ററിലേക്ക് റിവൈസ് ചെയ്യാൻ വരുമ്പോൾ ജസ്റ്റ് ഈ ഒരു പിന്നെ പാരഗ്രാഫിൽ എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർമ്മിക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റ്സ് നോക്കുക. ഞാൻ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഉണ്ടോ എന്ന് റിവൈസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഓരോ പാരഗ്രാഫും കഴിഞ്ഞ് പോകും. മൊത്തത്തിൽ ടെക്സ്റ്റ് പിന്നെയും ഇരുന്ന് വായിക്കേണ്ടതായിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ പിന്നെ കൺവീനിയൻസും അതുപോലെ തന്നെ അവരുടെ നേച്ചറും അനുസരിച്ച് വ്യത്യാസപ്പെടും. എങ്കിലും എഫക്റ്റീവായി തോന്നിയ ഒരു മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ പ്രധാനമായും ബയോളജി പഠിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ടെർമിനോളജികളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ബയോളജിയിൽ പല ടേംസും ഇപ്പം ലാറ്റിനൈസ്ഡ് ആയിട്ടുള്ള ഒക്കെയുള്ള പല ടേംസും കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിച്ച് വരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മയോകാർഡിയം എന്ന് പഠിക്കുന്നു. ഓക്കെ, മയോകാർഡിയം എന്ന് പഠിക്കുമ്പോൾ മയോകാർഡിയം ഹാർട്ടിന്റെ മസിൽസുമായിട്ട് ബന്ധപ്പെട്ട് മയോകാർഡിയം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ബൈഹാർട്ട് പഠിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മയോ എന്ന് പറഞ്ഞാൽ എന്താണ്? മയോ എന്നുള്ളത് നമ്മൾ മസിൽസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ്. കാർഡിയം എന്നുള്ളത് ഹാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കാർഡിയം എന്നുള്ളതൊക്കെ ഹാർട്ടുമായി ബന്ധപ്പെട്ടത്, മയോ എന്നുള്ളത് മസിൽസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നിങ്ങൾ മയോഫൈബ്രിൽസ് എന്ന് കേൾക്കുമ്പോൾ അവിടെ തന്നെ മയോ അല്ലെ, മസിൽ ഫൈബ്രിൽസ്. ഇനി നിങ്ങൾ തിരിച്ചു വരിക, പെരികാർഡിയം എന്ന് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കാർഡിയം അത് ഹാർട്ടുമായിട്ട് ബന്ധം, പെരികാർഡിയം മനസ്സിലായില്ലേ? ഇനി അതേപോലെ കാർഡിയോളജി എന്ന് കേൾക്കുകയാണ്. അപ്പൊ ഹാർട്ട്, അപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനം. ഓളജി ബയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചത് സ്റ്റഡി ഓഫ് എന്നുള്ളതാണ് ഓളജി. അങ്ങനെ ആ പല ടേംസ് ബയോളജിയിൽ ബൈഹാർട്ട് പഠിക്കുക, ഇങ്ങനെ മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ ബയോളജി ബൈഹാർട്ട് പഠിക്കാൻ വളരെ കുറവായിരിക്കും. കാരണം നമുക്ക് എല്ലാം കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ? സൈറ്റോ പ്ലസ് പ്ലാസം ആണ്. സൈറ്റോ എന്ന് പറഞ്ഞാൽ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്, പ്ലാസം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്. ഇനി ന്യൂക്ലിയോ പ്ലാസം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക, ന്യൂക്ലിയസിനകത്തുള്ള ഫ്ലൂയിഡ് അല്ലെ. ഇനി സൈറ്റോളജി എന്ന് പറഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുക. സൈറ്റോ എന്ന് പറഞ്ഞാൽ സെല്ല്, ഓളജി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റഡി ഓഫ്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെൽസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളും ബൈഹാർട്ടൊന്നും പഠിക്കാതെ തന്നെ പല ടേംസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ഈ നിലക്ക് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം മയോകാർഡിയം പെരികാർഡിയം ഇങ്ങനെ ആ രൂപത്തിൽ പഠിക്കുന്നതിനപ്പുറത്ത് നമ്മൾ ആ ടേംസിനെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ രൂപത്തിൽ തന്നെ പോയിക്കൊള്ളും. പിന്നെ കുറച്ചൊക്കെ ഡേറ്റും ആളുകളുടെ പേരൊക്കെ ഓർമ്മിച്ച് വെക്കാൻ ബൈഹാർട്ട് പഠിക്കാൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ട്രൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ്സ് പല രൂപത്തിൽ ഇനിയും ബയോളജി പഠിക്കാനുള്ള ഒരുപാട് മെത്തേഡ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് പഠിച്ച് എഫക്റ്റീവായി തോന്നിയ മെത്തേഡ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഈ രൂപത്തിൽ ഇനിയുള്ള ഇതുപോലെയുള്ള ടിപ്സ് ഒക്കെ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാം. അതിന് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.